ശ്യാം, ഒരു ഘട്ടത്തിൽ ഇയാളെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ ഇയാളുടെ മാതാപിതാക്കളെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നതാണ്. ഒടുവിൽ മറ്റ് നിവൃത്തികൾ ഒന്നുമില്ലാത്തതോടെ എല്ലാ വഴിയും അടഞ്ഞതോടെയല്ലേ ഇപ്പോൾ സുഗാന്ത് പോലീസിന് മുന്നിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലാണെങ്കിൽ പോലും നേരിട്ട് ഹാജരായിരിക്കുന്നത്, കീഴടങ്ങിയിരിക്കുന്നത്? തീർച്ചയായും. കാരണം ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. കാരണം ഓരോ ഘട്ടത്തിലും പ്രതിയെക്കുറിച്ചുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിക്കുമ്പോൾ നമ്മുടെ പോലീസ് എന്താണ് ചെയ്യുന്നത്, പോലീസിന്റെ മുഖം നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ പോലീസിന് ഇത്രയും തെളിവുകളും ആധുനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഒരു ഒളിവിൽ പോയ ഒരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ലേ? അങ്ങനെ കോടതി ഓരോ ഘട്ടത്തിലും കൃത്യമായി അതിന്റെ ചുമതലകൾ നിർവഹിക്കുകയും പോലീസ് കോടതിയുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കോടതിയുടെ ഇന്ന് രാവിലെ പോലും ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നടത്തിയ ഇടപെടലുകളായിരിക്കാം ഒരുപക്ഷെ ഇനി ജാമ്യം കിട്ടില്ല, ഒളിവിൽ കഴിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പ്രതിക്ക് തോന്നുകയും പ്രതി ഒടുവിൽ ഒരു തരത്തിൽ പോലീസിനെ പ്രതി രക്ഷിച്ചിരിക്കുകയാണ്. പ്രതി കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ കോടതിയുടെ കയ്യിൽ നിന്ന് ഇനിയും പോലീസിന് കണക്കറ്റ് കിട്ടുമായിരുന്നു. ആ സാഹചര്യമാണ് പ്രതി ഇപ്പോൾ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി കസ്റ്റഡിയിൽ വന്ന പ്രതിയെ കീഴടങ്ങിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന നടപടിയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും അവരൊടുവിൽ നാടുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് അവർ തിരിച്ചെത്തിയത്. അപ്പോഴും അവർ പറഞ്ഞു, മകൻ ചെയ്ത തെറ്റിന് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, അവൻ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടെടുത്തവരാണ് ആ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ. ഏതായാലും മേഘയുടെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നിരിക്കുന്നു. പ്രതി കീഴടങ്ങിയിരിക്കുന്നു. പോലീസ് പിടിച്ചതല്ല, പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നു. ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി ഒരു പെൺകുട്ടിയുടെ ജീവന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ചുമതല അന്വേഷണ സംഘത്തിനുണ്ട്. അതിനപ്പുറം ഇയാൾ ആരെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട്, സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നീ വിവരങ്ങൾ പോലീസിന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നിസ്സാരക്കാരനല്ല പ്രതി. പലരെയും വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയും ശാരീരിക ചൂഷണവും സാമ്പത്തിക ചൂഷണം ചെയ്യുകയും അത് തെളിവുകളാക്കി ഫോണിൽ സൂക്ഷിക്കുകയും അങ്ങനെ അവരെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു തികഞ്ഞ ക്രിമിനലിനെയാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായിട്ടുള്ള അന്വേഷണവും അതീവ ഗൗരവമായി തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇതൊരു ആത്മഹത്യ എന്ന തരത്തിൽ പുറത്തു വന്നിരുന്ന വാർത്തയാണ്. പിന്നീട് ഈ മരിച്ച ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട നാഴികകല്ലായി മാറിയത്. ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്വേഷണം വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രിയെ കണ്ട് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസകരമായ വാർത്ത എന്ന് മാത്രം പറയാമല്ലേ? അവർക്കുണ്ടായ നഷ്ടം വെച്ച് നോക്കുമ്പോൾ ഈ കീഴടങ്ങിൽ പോലും അവർക്ക് ഒന്നുമില്ല. പക്ഷേ ഏക മകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ കേസിൽ ഈ പ്രതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി വീട്ടുകാർ പറയുന്നത് തങ്ങളുടെ മകളെ മാത്രമല്ല മറ്റു പലരെയും ഇയാൾ ഇത്തരത്തിൽ സാമ്പത്തികമായി വഞ്ചിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ കുടുംബം പലതവണ മാധ്യമങ്ങളുടെ മുന്നിലും കോടതിയിലും ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അവരുടെ ഒരു പോരാട്ടം, ഏക മകൾ നഷ്ടപ്പെട്ടിട്ടും ആ പ്രതിയെ പിടികൂടണം, ആ പ്രതിക്ക് കനത്ത ശിക്ഷ ലഭിക്കണം എന്നുള്ള കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഈ പ്രതിക്ക് ഒരു കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാൻ ഇടവരാതിരിക്കുകയും ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ കീഴടങ്ങുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും നാൾ പ്രതിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന പോലീസാണ്. ആ പോലീസിന്റെ മുന്നിലേക്ക് പ്രതിയെ കിട്ടിയിരിക്കുന്നു. ഇനി ആ പ്രതി അയാൾ ഒരു തികഞ്ഞ ക്രിമിനൽ ആണെന്ന ബോധ്യത്തോടു കൂടി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മേഘ മാത്രമായിരിക്കില്ല ഈ പ്രതി ചൂഷണം ചെയ്ത നിരവധി കുട്ടികൾ. ആ വിവരങ്ങൾ പുറത്തു വരാൻ സാഹചര്യമുണ്ട്. തെളിവുകൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ആ സാഹചര്യം ഉണ്ടായാൽ ഇയാൾ ജീവിതകാലത്ത് ജയിലിൽ നിന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ജയിലറായ്ക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായേക്കാം. അത് ഉറപ്പാക്കേണ്ടത് അന്വേഷണ സംഘമാണ്. അതിനുള്ള വലിയൊരു സാഹചര്യമാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലേക്ക് പ്രതി സ്വയം സൃഷ്ടിച്ചെത്തി കീഴടങ്ങിയിരിക്കുന്നത്. ശ്യാമി, IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ 2 മാസക്കാലം പോലീസിന് പോലും കണ്ടെത്താനാകാത്ത എവിടെയായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ശേഖരിക്കേണ്ടതില്ലേ? ഇയാൾക്ക് ആരൊക്കെ സഹായം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതല്ലേ? തീർച്ചയായും. കാരണം ഈ പ്രതിക്ക് ഇത്രയും നാൾ ഒരാളുടെ പോലും സഹായം കിട്ടാതെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് പോലീസ് സംവിധാനം ഈ പ്രതിയെ സംസ്ഥാനം വ്യാപകമായിട്ടും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അന്വേഷിച്ചിരുന്നുവെന്ന് അവർ അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും പ്രതിക്ക് ഒറ്റയ്ക്ക് ഒളിവിൽ കഴിയാൻ കഴിയില്ല. കാരണം കയ്യിലെ പൈസയൊക്കെ തീർന്നു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആരൊക്കെ സഹായം ചെയ്ത് കൊടുത്തു എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊലപാതക കേസിൽ ഈ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിക്ക്
നിയമവിരുദ്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തവർ ഒരുപക്ഷെ ഈ കേസിൽ പ്രതിയാകാനുള്ള സാഹചര്യവുമുണ്ട്. അതൊക്കെ ഇനി അന്വേഷണ സംഘം തീരുമാനിക്കേണ്ടതാണ്. കാരണം കേരള പോലീസിന്റെ കഴിഞ്ഞിടെ മുഖത്ത് കിട്ടിയ വലിയൊരു അടിയായിരുന്നു ഈ പ്രതിയുടെ ഒളിവിൽ പോകലും പോലീസിന് അയാളെ കണ്ടെത്താൻ സാധിക്കാതെ ഇരുട്ടത്ത് നിൽക്കേണ്ടി വന്ന സാഹചര്യവും. അതുകൊണ്ട് തന്നെ പോലീസിനുണ്ടായ മാനക്കേട് നിയമപരമായി പോലീസ് തന്നെ തീർക്കുമെന്ന് കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ കണക്കാക്കാൻ സാധിക്കും. കാരണം ഈ പ്രതിക്ക് ഒളിവിൽ കഴിഞ്ഞവർക്ക് പോലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി കണക്കാക്കി കേസിൽ പ്രതികളാക്കാനുള്ള സാഹചര്യം പോലീസിന് മുന്നിലുണ്ട്. അത് മുൻപ് പലതവണ പോലീസ് പല കേസുകളിലും ചെയ്തതുമാണ്. ഈ കേസിലും അതുണ്ടാകുമോ എന്നുള്ളതും ഇനി അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും മുഖം നഷ്ടപ്പെട്ട കേരള പോലീസിന് മുഖം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രതി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇയാൾ കീഴടങ്ങിയതാകട്ടെ കൊച്ചിയിലും. ഇയാളപ്പോൾ ഈ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള ഒരു സൂചനയാണോ ലഭിക്കുന്നത്? ഇയാൾ എവിടെ കഴിഞ്ഞിരുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഇപ്പോൾ സെൻട്രൽ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? നിലവിൽ സെൻട്രൽ പോലീസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വിവരങ്ങളും അറിയില്ല. കാരണം ഈ പ്രതി സ്റ്റേഷനിലെത്തുകയും താൻ ഇന്ന കേസിലെ പ്രതിയാണ് എന്നും കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നതായും പോലീസിനെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പോലീസിന് സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഈ പ്രതിയെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായി തിരക്കുന്നതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഈ ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുക എന്ന നടപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ അവർ ഇവിടെ എത്തുകയും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യണം. പിന്നീട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയ ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ പ്രതി കീഴടങ്ങിയ ശരി ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിയായ മുൻ IB ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എറണാകുളത്ത് ഹാജരായിരിക്കുന്നു. സുശാന്ത് എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളാണ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവർ എത്തിയാൽ ഉടൻ ഈ സെൻട്രൽ പോലീസ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ പ്രതിയെ പോലീസിന് കൈമാറും. തിരുവനന്തപുരത്തെ പോലീസിന് കൈമാറും. ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക.